ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡികോം MLT അക്കാദമി. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിന്റെ 75 ഡേയ്സ് ചലഞ്ചിലെ ഡേ 16 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ബയോ കെമിസ്ട്രിയിലെ മൊളാരിറ്റി, നോർമാലിറ്റി ആ ഒരു ഏരിയ ആണ് കവർ ചെയ്യുന്നത്. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ കിൻഡിൽ ആപ്പ് വഴി ജസ്റ്റ് 99 റുപ്പീസിന് 1000ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് ഇ ബുക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് നമ്മളെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. എന്തായാലും നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രാം ഇക്വലന്റ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഈസ് ടേംഡ് ആസ് ഓപ്ഷൻ എ നോർമൽ സൊല്യൂഷൻ, option A molar solution, option B normal solution, option C percent solution, option D molar solution. Gram equivalent weight of solute dissolved in a liter of solution is normality അല്ലെങ്കിൽ normal solution ആണ്. gram equivalent weight of solute നമ്മൾ ഒരു ലിറ്റർ ഓഫ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്? നോർമൽ സൊല്യൂഷൻ ആണ്. അപ്പൊ ആദ്യം ശരിക്കും നമ്മൾ എന്താണ് നോർമാലിറ്റി, എന്താണ് മൊളാരിറ്റി, എന്താണ് മൊളാലിറ്റി, പെർസെന്റേജ് സൊല്യൂഷൻ എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് അതിന്റെ ഡെഫിനേഷനും അത് കണ്ടുപിടിക്കുന്ന കാൽക്കുലേഷൻസും, അല്ലെങ്കിൽ ഇപ്പൊ ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നാലും ഡെഫിനേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം നോർമാലിറ്റി. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗ്രാം ഇക്വലന്റ് വെയിറ്റ് ഡിസോൾവ് ചെയ്യുന്നത് വൺ ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഇക്വലന്റ് വെയിറ്റ് എന്ന് അറിയണ്ടേ? ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൊല്യൂട്ടിന് ഒരു മോളിക്കുലാർ വെയിറ്റ് ഉണ്ടാവും അല്ലെ? ഈ മോളിക്കുലാർ വെയിറ്റിനോട് ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റ് ബൈ n ചെയ്താലാണ് ശരിക്കും നമുക്ക് ഇക്വലന്റ് വെയിറ്റ് കിട്ടുന്നത്. മോളിക്കുലാർ വെയിറ്റ് നമുക്ക് ഉണ്ടാവും, അതിനോട് n ഡിവൈഡ് ചെയ്താൽ ഇക്വലന്റ് വെയിറ്റ് കിട്ടും. അപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ H2SO4ന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 98 ആണ്. ഓക്കെ, H2SO4ന്റെ മോളിക്കുലാർ വെയിറ്റ് 98 ആണ്. അതിന്റെ ഇക്വലന്റ് വെയിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ n എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആസിഡ്സിന്റെ കേസിലാണെങ്കിൽ അവർക്ക് എത്ര H+ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും, ഇപ്പൊ ആൽക്കലൈന്റെ ബേസിന്റെ കേസസിലാണെങ്കിൽ അവർക്ക് എത്ര OH നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതുമാണ് ഈ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ H2SO4ന്റെ കേസിൽ നമുക്ക് എത്ര H+ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? 2 H+ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? H2SO4 ആണ്. സോ അവിടെ n എന്തായി? 2 ആയി. അപ്പൊ നമുക്ക് n 2 ആയി. അപ്പൊ ഇക്വലന്റ് വെയിറ്റ് എത്രയായി? 98/2 എന്ന് പറയുമ്പോൾ 49 ആയി. ചില കേസിൽ നമുക്കിപ്പോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കേസിലൊക്കെ ചില കേസിൽ ഇക്വലന്റ് വെയിറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ക്വസ്റ്റ്യനിൽ കൊടുക്കും. അവിടെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനൊന്നും പോകണ്ട കേട്ടോ. ഇക്വലന്റ് വെയിറ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ എന്നോണ്ട് ഡിവൈഡ് ചെയ്യൊന്നും വേണ്ട. പകരം മോളിക്കുലാർ വെയിറ്റ് ആണ് തന്നതെങ്കിൽ നമ്മൾ ഇതിനെ എന്നോണ്ട് ഡിവൈഡ് ചെയ്തിട്ട്, n എന്ന് പറഞ്ഞാൽ എത്രത്തോളം H+ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആസിഡ്സിന്റെ കേസിൽ ആൽക്കലിന്റെ കേസിലാണെങ്കിൽ എത്രത്തോളം OH നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ എന്നോണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വലന്റ് വെയിറ്റ് കിട്ടും. സോ അത്രയും ഇക്വലന്റ് വെയിറ്റ് 1 ലിറ്ററിൽ ഡിസോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ 1 നോർമൽ സൊല്യൂഷൻ അല്ലെങ്കിൽ നോർമാലിറ്റി എന്ന് പറയുന്നത്. സോ ഇത് ബേസിക് ഡെഫിനേഷൻ ആണ് അല്ലെ? ഇനിയിപ്പോ നമ്മളെടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇത്ര ഗ്രാം നമ്മള് ഇപ്പൊ H2SO4 നമ്മള് ഇത്ര ml അല്ലെങ്കിൽ ഇത്ര ലിറ്ററിലോ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നോർമാലിറ്റി എത്രയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു ഗ്രാം. നമുക്ക് എത്ര ഗ്രാം ആണ് തന്നിട്ടുള്ളത് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ്. ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവും ഡയറക്റ്റ്, അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ n ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇക്വലന്റ് വെയിറ്റ് കിട്ടും. ഇൻറ്റു ലിറ്റർ, എത്ര ലിറ്ററിലാണ് നമ്മൾ അത് ഡിസോൾവ് ചെയ്തത്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും 10 ഗ്രാം H2SO4 നമ്മളൊരു 500 ml, ചിലപ്പോൾ ലിറ്റർ എന്നുള്ളത് ml വെച്ച് ചോദിക്കും കേട്ടോ. അപ്പൊ ml നമുക്ക് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാലോ. എങ്ങനെയാ ചെയ്യേണ്ടത്? യെസ്, നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 3 പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടി വരും അല്ലെ? അപ്പൊ 0.5 എന്നുള്ള രീതിയിലായിരിക്കും
500 ml എന്ന് പറഞ്ഞാല് 0.5 ലിറ്റർ അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ കൺവേർഷൻ ചെയ്യേണ്ടി വരും കേട്ടോ. ചിലപ്പോൾ കാൽക്കുലേഷൻ വരുമ്പോൾ ml ആണ് തന്നതെങ്കിൽ നമ്മൾ അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഞാനൊരു കാൽക്കുലേഷൻ ഏരിയയിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. എന്തായാലും ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക. നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എത്ര ഗ്രാം ആണോ തന്നത്, ഇപ്പൊ 10 ഗ്രാം H2SO4 എന്ന് പറഞ്ഞാണ് തന്നതെങ്കിൽ 10 ആണ് മുകളിൽ എഴുതേണ്ടത്. സോ ഇക്വലന്റ് വെയിറ്റ് എത്രയാണ്? H2SO4ന്റെ ഇക്വലന്റ് വെയിറ്റ് ഓൾറെഡി നമുക്കറിയാം 49 ആണ്. സോ ഈ 10 ഗ്രാം H2SO4 നമ്മൾ അര ലിറ്ററിലേക്ക് അല്ലെങ്കിൽ 500 ml ലേക്കാണ് ഡിസോൾവ് ചെയ്ത അതിന്റെ നോർമാലിറ്റി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടെ ലിറ്ററിന് എത്ര കൊടുക്കേണ്ടത്? 0.5. ഇതാണ് കാൽക്കുലേഷൻ വരിക. അപ്പൊ രണ്ട് കാര്യം പഠിച്ചു. നോർമാലിറ്റിന്റെ ഡെഫിനിഷനും നിങ്ങൾ പഠിച്ചു. നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും പഠിച്ചു. ബേസിക് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നോർമാലിറ്റി ബേസ്ഡ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് എത്ര ഗ്രാം ആണോ തന്നത് ഡിവൈഡഡ് ബൈ ആ ഒരു സൊല്യൂട്ടിന്റെ ഇക്വലന്റ് വെയിറ്റ് ഇൻറ്റു ലിറ്റർ. അത് എത്ര ml ലേക്കാണ് എത്ര ലിറ്ററിലേക്കാണ് ഡിസോൾവ് ചെയ്തത്. ഇനി ml ആണ് തന്നതെങ്കിൽ അത് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ 3 പോയിന്റ് ഇപ്പുറം കൊടുത്തിട്ട് അതിന് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ലിറ്റർ എന്നുള്ള സ്ഥലത്ത് കൊടുത്തിട്ട് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമാലിറ്റി കിട്ടും. ഇതാണ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ മൊളാരിറ്റി നോർമാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ബ്രെയിനിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത് ബേസിക് ആയിട്ട് ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. അത് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷനും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് മൊളാരിറ്റിയിലേക്ക് പോവാം. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഡെഫിനിഷൻ പോലെ പറയണമെങ്കിൽ പറയാം നമ്പർ ഓഫ് ഗ്രാം ഇക്വലന്റ് വെയിറ്റിന് പകരം ഗ്രാം മോളിക്കുലാർ വെയിറ്റ് ഡിസോൾവ്ഡ് ഇൻ പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയാം. രണ്ട് പറഞ്ഞാലും സെയിം ആണ്. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്നോ അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ വെയിറ്റ് ഡിസോൾവ്ഡ് ഇൻ പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. രണ്ട് രീതിയിലും ഡെഫിനിഷൻ ആയിട്ട് വരാറുണ്ട്. അപ്പൊ രണ്ട് രീതിയിലും എഴുതി വെക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഓർ ഗ്രാം ഇക്വലന്റ് വെയിറ്റ് ആയിരുന്നു നമ്മളെ നോർമാലിറ്റി. പക്ഷെ മൊളാരിറ്റി എന്തായി? ഗ്രാം മോളിക്കുലാർ വെയിറ്റ് ഡിസോൾവ്ഡ് ഇൻ പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ നോർമാലിറ്റിയും മൊളാരിറ്റിന്റെ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ എത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ? സെയിം ഇക്വേഷൻ ആണ്, പക്ഷെ ഡിഫറൻസ് എന്താണുള്ളത്? യെസ്, ഗ്രാം പെർ ഇക്വലന്റ് വെയിറ്റിന്റെ സൈഡിൽ എന്തായിട്ട് മാറും? യെസ്, അവിടെ എന്തായിട്ട് മോളിക്കുലാർ വെയിറ്റ് ഇൻറ്റു ലിറ്റർ ആയിട്ട് മാറും. അപ്പൊ നേരത്തെ H2SO4ന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ എത്ര ഗ്രാം ആയിരുന്നു? 10 ഗ്രാം 10 ബൈ ഇക്വലന്റ് വെയിറ്റ് നമ്മൾ 49 ആയിരുന്നു കൊടുത്തത് അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്തായിരിക്കും? ഇക്വലന്റ് വെയിറ്റ് അല്ല, മോളിക്കുലാർ വെയിറ്റ് ആണ്. അപ്പൊ അവിടെ എന്തായിട്ട് മാറി? 98 ആയിട്ട് മാറി. 98 ഇൻറ്റു ഇനിയിപ്പോ അര ലിറ്റർ ആണ് എങ്കിൽ അല്ലെങ്കിൽ 500 ml ആണെങ്കിൽ 0.5 എന്നുള്ള രീതിയിൽ ലിറ്ററിൽ കൊടുക്കണം. നോർമാലിറ്റി ഇതും കമ്പയർ ചെയ്ത് പഠിച്ചേ. ഗ്രാം ഇക്വലന്റ് വെയിറ്റ് ഡിസോൾവ്ഡ് ഇൻ സൊല്യൂഷൻ നോർമാലിറ്റി. ഗ്രാം മോളിക്കുലാർ വെയിറ്റ് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ മൊളാരിറ്റി. ഇക്വേഷൻ എങ്ങനെ വരും? നോർമാലിറ്റിന്റെ കേസിൽ ഗ്രാം ബൈ ഇക്വലന്റ് വെയിറ്റ് ഇൻറ്റു ലിറ്റർ ആണെങ്കിൽ മൊളാരിറ്റിന്റെ കേസിൽ ഗ്രാം ബൈ മോളിക്കുലാർ വെയിറ്റ് ഇൻറ്റു ലിറ്റർ എന്നുള്ള രീതിയിൽ വരും. നമുക്ക് ഇവിടെ കാണാം അല്ലെ. അപ്പൊ നമ്മളൊരു 1 മോളാർ NaCl പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 1 മോളാർ NaCl പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ NaClന്റെ മോളിക്കുലാർ വെയിറ്റ് 58.5, അത് നമ്മൾ 1 ലിറ്ററിൽ മിക്സ് ചെയ്ത 1 മോളാർ NaCl ആയി. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. 58.5 ഗ്രാം NaCl ഒരു 1 ലിറ്ററിൽ ഡിസോൾവ് ചെയ്ത എത്ര മോളാർ ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മോളാരിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഈ കാൽക്കുലേഷൻ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇനി മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എത്ര ഗ്രാം തന്നിട്ടുണ്ട് ബൈ മോളിക്കുലാർ വെയിറ്റ് എത്ര ലിറ്ററിലേക്കാണ് അത് ഡിസോൾവ് ചെയ്തത് നോക്കിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. ഇനി അടുത്തത് മൊളാലിറ്റി ആണ്. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നാണ്. മൊളാരിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ് അല്ലെ. പക്ഷെ ഇവിടെ എന്തായി? പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആയി. നമ്മൾ മൊളാരിറ്റിനെ ക്യാപിറ്റൽ എമൗണ്ട് ആണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ മൊളാലിറ്റിനെ നമ്മൾ സ്മോൾ എം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്.
അവിടെ നമുക്ക് എങ്ങനെയാ വരിക? മോൾസ് പെർ kg ഓഫ് സോൾവെന്റ് എന്നാണ് വരുന്നത്. ഇത്രയും നേരം നമ്മൾ per liter of solution എന്നാണ് പഠിച്ചതെങ്കിൽ number of moles of solute dissolved in kilogram of solvent എന്നാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ മൊളാരിറ്റി വെച്ച് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ അവിടെ 1 മോളാർ എങ്ങനെയാ പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചപ്പോ നമ്മൾ പറഞ്ഞു 58.5 gram NaCl 1 ലിറ്ററിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ മൊളാരിറ്റി 1 മോളാർ പ്രിപ്പയർ ചെയ്തെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും 1 മോളാർ പ്രിപ്പയർ ചെയ്യുന്നത്? 58.5 gram NaCl 1 kg ഓഫ് സോൾവെന്റിലേക്ക് ഡിസോൾവ് ചെയ്ത കിലോഗ്രാം ആണ് നമ്മൾ അവിടെ നോക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. കമ്പയർ ചെയ്ത് പഠിക്കുക, ഓർത്ത് വെക്കുക. അവിടെ ലിറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല, കിലോഗ്രാം ഓഫ് സോൾവെന്റ് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പെർസെന്റേജ് സൊല്യൂഷൻ. പെർസെന്റേജ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പെർസെന്റ് 100ലേക്കാണ് അല്ലെ. നമ്മൾ 100ലേക്ക് മേക്കപ്പ് ചെയ്യുന്നതാണ് പെർസെന്റേജ് സൊല്യൂഷൻ. അല്ലെങ്കിൽ 100 ml എത്ര സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് നമ്മൾ പെർസെന്റേജ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ 2 രീതിയിൽ വരാം. എങ്ങനെയാന്ന് വെച്ചാല് വെയിറ്റ് ബൈ വോളിയം, വോളിയം ബൈ വോളിയം. വെയിറ്റ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ ഒരു 100 ml സൊല്യൂഷനിലേക്ക് നമ്മളിപ്പോ സാൾട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സാൾട്ട് വേ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഗ്രാം വെച്ചിട്ടാണ് ഡിസോൾവ് ചെയ്യുന്നത് അല്ലെ. അതാണ് വെയിറ്റ് ബൈ വോളിയം എന്ന് പറയുന്നത്. നമ്മള് ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 ml ആണെങ്കിൽ അത് വെയിറ്റ് ബൈ വോളിയം പെർസെന്റേജ് സൊല്യൂഷൻ ആണ്. ഒരു 10 gram ഓഫ് സൊല്യൂട്ട് നമ്മൾ എന്തിൽ ഡിസോൾവ് ചെയ്തു? 100 ml ഡിസോൾവ് ചെയ്താൽ അത് 10% ആണ്. അത് വെയിറ്റ് ബൈ വോളിയം ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോ ഒരു 5% NaCl എന്ന് പറയുമ്പോൾ 5 gram NaCl 100 ml നമ്മൾ മേക്കപ്പ് ചെയ്താലാണ് ഫൈനൽ വോളിയം 100 ml ആവണം. പെർസെന്റേജ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ 100 ml എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ 100 ml നമ്മൾ 5 gram NaCl മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5% NaCl കിട്ടും. ഇനി എന്നാൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ സൊല്യൂഷൻ സൊല്യൂട്ടും എന്ന് പറയുന്നത് ലിക്വിഡ് ആണെങ്കിലോ, നമുക്കിപ്പോ എത്തനോളിനെ ഡയല്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്തനോളിന്റെ പെർസെന്റേജ് സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ എത്തനോൾ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ആണ് അല്ലെ. അതിന് നമ്മൾ പെർസെന്റേജ് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ ml to 100 ml ലേക്കാണല്ലേ. അപ്പൊ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ 70% എത്തനോൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? എത്തനോളിനെ വേ ചെയ്യല്ല ചെയ്യാ അല്ലെ. 70 ml എത്തനോൾ എടുക്കും, അതിനെ 100 ml ലേക്ക് സൊല്യൂഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഡയലൂഷൻ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യും. ഈ 100 ml മേക്കപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ എത്ര ml സൊല്യൂഷൻ വാട്ടർ ആഡ് ചെയ്യേണ്ടി വരും? 30 ml. 30 ml വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ നമുക്ക് 100 ml കിട്ടുന്നത്. അപ്പം 70 ml എത്തനോളും 30 ml വാട്ടറും ആഡ് ചെയ്ത് ടോട്ടൽ നമുക്ക് 100 ml കിട്ടി. അപ്പൊ ഇത് എത്ര പെർസെന്റേജ് ആണ്? 70% ആണ്. രണ്ട് രീതിയിൽ പറയാം. 10 gram നമ്മൾ 100 ml ലേക്ക് മേക്കപ്പ് ചെയ്ത 10% ആണ്. അതേപോലെ തന്നെ 10 ml പ്ലസ് 90 ml വാട്ടറും കൂടി മിക്സ് ചെയ്താലും അപ്പൊ ടോട്ടൽ നമുക്ക് 100 ml ആവും. അതും 10% ആണ്. ആദ്യം പറഞ്ഞത് വെയിറ്റ് ബൈ വോളിയം ആണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് വോളിയം ബൈ വോളിയം എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാൻ എന്താണ് നോർമാലിറ്റി, മൊളാരിറ്റി, അതിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളിപ്പോ പറഞ്ഞ ഒരു ഏരിയന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. Solution which contain 1 gram molecular weight of solute in 1 liter of solvent is option A molar solution, option B normal solution, option C molar solution, option D percentage solution. കൃത്യമായിട്ട് നോക്കിക്കേ, എന്നിട്ട് ആൻസർ ചെയ്തേ കമന്റ് ബോക്സിൽ. 1 gram molecular weight dissolved in 1 liter of solvent. അതും രണ്ടും നോക്കണേ, എന്നിട്ട് ആൻസർ ചെയ്തേ. യെസ്, കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യാ. ഏതാണ് ആൻസർ? യെസ്, എന്താണ്? മോളാർ സൊല്യൂഷൻ ആണ്. ഗ്രാം മോളിക്കുലാർ വെയിറ്റ് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സോൾവെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രണ്ട് ഡെഫിനിഷൻ ഉണ്ട് എന്നുള്ളത് അല്ലെ. അതിലൊരു ഡെഫിനിഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത്
മോളാർ സൊല്യൂഷൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ കണ്ടെയ്ൻ 1 gram molecular weight of substance 100 grams of solvent. ഓപ്ഷൻ എ നോർമൽ സൊല്യൂഷൻ, ഓപ്ഷൻ ബി മോളാർ സൊല്യൂഷൻ, ഓപ്ഷൻ സി പെർസെന്റേജ് സൊല്യൂഷൻ, ഓപ്ഷൻ ഡി മോളാർ സൊല്യൂഷൻ. നോക്കിക്കേ, ഗ്രാം മോളിക്കുലാർ വെയിറ്റ് ആണ്, ഡിസോൾവ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്? 100 grams ഓഫ് സോൾവെന്റ്. 100 grams എന്ന് പറഞ്ഞാല് 1 kg അല്ലെ, 100 grams-നെയാണ് നമ്മൾ 1 kg എന്ന് പറയുന്നത്. സോ 1 kilogram ഓഫ് സോൾവെന്റില് 1 gram മോളിക്കുലാർ വെയിറ്റ് ഡിസോൾവ് ചെയ്താൽ അതിനെന്താ പറയാ? ആൻസർ കമന്റ് ബോക്സിൽ ചെയ്തേ. യെസ്, മോളാർ സൊല്യൂഷൻ ആയിരുന്നു. അപ്പൊ അധിക പി എസ് സിയിലും ഡെഫിനിഷൻ തന്നെ പല പ്രാവശ്യം മോളാറിന്റെയും മൊളാരിറ്റിന്റെയും മൊളാലിറ്റിന്റെയും നോർമാലിറ്റിന്റെയും പെർസെന്റേജ് സൊല്യൂഷന്റെയും ഒക്കെ ഡെഫിനിഷൻ തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ നോർമാലിറ്റി ഓഫ് 500 ml സൊല്യൂഷൻ that contain 6 gram of HCl, പിന്നെ ഇക്വാലന്റ് വെയിറ്റ് ഓഫ് HCl എന്ന് പറയുന്നത് 36 gram ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എയില് 0.66 നോർമൽ, ഓപ്ഷൻ ബിയില് 0.33 നോർമൽ, ഓപ്ഷൻ സിയില് 0.36 നോർമൽ, ഓപ്ഷൻ ഡിയില് 0.18 നോർമൽ. നോക്കിക്കേ ആൻസർ എന്താണെന്നുള്ളത്. ഓൾറെഡി നമ്മൾ നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ തന്നെ ചെയ്യാം. കാരണം നമുക്ക് നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? ഗ്രാംസ് പെർ ഇക്വാലന്റ് വെയിറ്റ് ഇൻറ്റു ലിറ്റർ അല്ലെ? ഗ്രാംസ് പെർ ഇക്വാലന്റ് വെയിറ്റ് ഇൻറ്റു ലിറ്റർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എന്തായാലും ആൻസർ പറയാം, അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട്. യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 0.33 ആണ്. നമുക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് പറഞ്ഞാല്, നമ്മൾ ഇക്വേഷൻ ഞാൻ പറഞ്ഞു, ഗ്രാംസ് പെർ ഗ്രാം എന്ന് പറഞ്ഞത് എത്രയായിരുന്നു ക്വസ്റ്റ്യനില്? 6 gram ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 6 gram ആണ് വെയിറ്റ്. ഇക്വലന്റ് വെയിറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 36 gram ആണ്. വോളിയം തന്നിട്ടുണ്ട്, അതായത് 500 ml, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലിറ്ററിലേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 0.5 ml. അപ്പൊ നമ്മളെ ആൻസർ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കണ്ട, ഇത് നമുക്ക് ml തരുവാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ വെച്ച് ചെയ്യാം. കാരണം നമ്മളെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഗ്രാംസ് പെർ ഇക്വലന്റ് വെയിറ്റ് ഇൻറ്റു ലിറ്റർ എന്നായിരുന്നു. ലിറ്ററിലല്ല ഇവിടെ തന്നത്, 500 ml ആണ്. അതുകൊണ്ടാണ് ഇവിടെ മറ്റൊരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ml എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യാം. വേണ്ട, അത് കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ ചെയ്യുന്നത് ഗ്രാംസ് 6 gram ആണ്, ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് തന്നിട്ടുണ്ട് 36 ആണ്, ഇൻറ്റു നമുക്ക് 500 ml ആണ് തന്നത്. 500 ml-നെ നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.5 ലിറ്റർ ആണ് വരുന്നത്. സോ 0.5 കിട്ടും. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 0.33 നോർമൽ ആണ്. ഞാനിവിടെ പറഞ്ഞ സെയിം ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്തു. അവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. നോക്കിക്ക്, എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. കാരണം എത്ര ഗ്രാം ആണെന്ന് തന്നു, 6 ആണെന്ന് പറഞ്ഞു. ഇക്വലന്റ് വെയിറ്റ് എത്രയാണെന്ന് തന്നു, 36 ആണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ലിറ്റർ ആക്കിട്ടെ, ലിറ്ററിന് പകരം 500 ml ആണ് തന്നത്. ml നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 പോയിന്റ് ഇപ്പുറം കൊടുത്താൽ 0.5 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ 0.5 ചെയ്താൽ നമുക്ക് ആൻസർ 0.33 നോർമൽ കിട്ടും. ഇനിയിപ്പോ ഇതേപോലെ തന്നെയാണ് നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും വരുന്നത്. അതുപോലെ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതേപോലെ ചെയ്താൽ മതി. ക്ലിയർ? ഇനി അഥവാ ഇവിടെ ഇക്വലന്റ് വെയിറ്റ് അല്ല കൊടുത്തത്, മോളിക്കുലാർ വെയിറ്റ് ആണ് തന്നതെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് ബൈ n ചെയ്താൽ നമുക്ക് ഇക്വലന്റ് വെയിറ്റും കിട്ടും. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, മൊളാലിറ്റി അല്ല, നമ്മൾ ഡയലൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇൻ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലബോറട്ടറി the blood sample of a patient showed by very high AST requiring dilution. Which of this denote 1:10 dilution? Option A 450 microliter diluent plus 50 microliter sample. Option B 450 microliter sample plus 50 microliter diluent. Option C 50 microliter sample plus 500 microliter diluent. Option D 50 microliter diluent plus 500 microliter sample.
കറക്റ്റ് ആൻസർ എന്താണ്? നമുക്ക് AST ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ഹൈ ആയിട്ട് കാണിച്ചതുകൊണ്ട് നമുക്ക് അതിനെ ഡയലൂഷൻ ചെയ്യണം. നമ്മുടെ ഡയലൂഷൻ എന്ന് പറയുന്നത് 1:10 ഡയലൂഷൻ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 450 മൈക്രോലിറ്റർ ഡയലുവന്റും 15 മൈക്രോലിറ്റർ സാമ്പിൾ. അതിന് നമുക്ക് എന്താ ഡയലൂഷൻ? ഈ ഡയലൂഷനിൽ 1:10 എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഡയലൂഷൻ ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് ഐഡിയ വേണം അല്ലെ? അപ്പൊ എന്താണ് ഈ ഡയലൂഷൻ എന്ന് പറയുന്നത്? ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറെ അധികം ഡയലുവന്റ് ആഡ് ചെയ്തിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഡയലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഇപ്പൊ സത്യം പറഞ്ഞ സിമ്പിൾ ആയിട്ട് പറഞ്ഞ നമ്മൾ കുറച്ച് ഉപ്പ് വെള്ളം കളിക്കും, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് നാരങ്ങ വെള്ളം കളിക്കും. നന്നായിട്ട് നാരങ്ങ വെള്ളം കളിക്കുമ്പോൾ നല്ല പഞ്ചസാര കൂടിപ്പോയി, അതായത് അതിന്റെ ആ ഷുഗറിന്റെ കോൺസെൻട്രേഷൻ കൂടിപ്പോയി. അപ്പൊ നമുക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യും? അതിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത്, അതായത് ആ ഡയലുവന്റ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ കുറയും. ഉപ്പ് ഇപ്പൊ ആണെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ മധുരമാണെങ്കിൽ ആ ഷുഗർ കുറയൂലേ? ഇതാണ് ഡയലൂഷൻ എന്ന് പറഞ്ഞ. കോൺസെൻട്രേഷൻ കൂടിയ ഒരു സാധനത്തിനെ നമ്മൾ ഡയലുവന്റ് ആഡ് ചെയ്തിട്ട്, ഇപ്പൊ ഇതിന്റെ കേസിലാണെങ്കിൽ നമ്മൾ വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ആ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡയലൂഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ ലാബിൽ ഇതിന്റെ പർപ്പസ് എന്താന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ കണ്ടില്ലേ, AST ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് AST ഒക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കൂടി പോയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത റേഞ്ചിൽ കൂടുതലായിപ്പോയി. അപ്പൊ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ടി വരും. പല റിയേജൻസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ നമ്മൾ ഈ ഡയലൂഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഈ ഡയലൂഷന്റെ ഒരു ഫോർമുല പഠിക്കാനാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് ഡയലൂഷന്റെ ഫോർമുല അല്ലെങ്കിൽ ഡയലൂഷൻ റെപ്രസെന്റ് ചെയ്യുക. 1:10 ഡയലൂഷൻ, ഒരു മിനിറ്റ്, ഓക്കെ, 1:10 ഡയലൂഷൻ, 1:2 ഡയലൂഷൻ, അല്ലെങ്കിൽ 1:100 ഡയലൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് നമ്മൾ ഡയലൂഷൻ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. എന്താണ് ഈ 1:100 അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് 1:x ഡയലൂഷൻ വെച്ച് പറഞ്ഞത്? 1:x അല്ലെങ്കിൽ 1:x ഡയലൂഷൻ എന്ന് പറഞ്ഞാൽ ഇതില് 1 പാർട്ട് എന്ന് പറയുന്നത് സാമ്പിൾ ആണ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാല് ടോട്ടൽ. ഇപ്പൊ നമുക്ക് സാമ്പിളും ഉണ്ടാവും ഡൈല്യൂവന്റും ഉണ്ടാവും അല്ലെ? സാമ്പിളും ഉണ്ടാവും ഡൈല്യൂവന്റും ഉണ്ടാവും. അപ്പൊ നമ്മൾ 1 പാർട്ട് സാമ്പിൾ ആഡ് ചെയ്തു, അതേപോലെ തന്നെ 1 പാർട്ട് ഡൈല്യൂവന്റും ആഡ് ചെയ്തു. അപ്പോ ഒരു ഈക്വൽ ആയിട്ട് എമൗണ്ടിലാണ് ആഡ് ചെയ്തത് അല്ലെ? ഒരു പാർട്ട് സാമ്പിളും ആഡ് ചെയ്തു, അതേ ഈക്വൽ എമൗണ്ടിൽ ഡൈല്യൂവന്റും ആഡ് ചെയ്താൽ 1 പാർട്ട് സാമ്പിളും 1 പാർട്ട് ഡൈല്യൂവന്റ് ആയിരിക്കും. അത് ഇതിന്റെ ഡൈല്യൂഷൻ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ കാണിക്കേണ്ടത് ഈ 1 എന്ന് പറയുന്നത് സാമ്പിളിൻ്റെതാണ്, 1 പാർട്ട് സാമ്പിൾ. രണ്ടാമത് ഈ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ആണ്. സാമ്പിൾ പ്ലസ് ഡൈലുവന്റ് ഉണ്ടാവില്ലേ? സാമ്പിൾ പ്ലസ് ഡൈലുവന്റ് എങ്ങനെയായിരിക്കും? സാമ്പിളും ഡൈലുവന്റും ടോട്ടൽ 2 ആയി. ഓക്കെ, അപ്പൊ 1:2 എന്നാണ് ഈ ഒരു ഡൈലൂഷൻ. നമ്മളിപ്പോ ചെയ്ത ഡൈലൂഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1:2 ആണ്. അപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്ന ഈ 1 എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? സാമ്പിൾ ആണ്, 1 പാർട്ട് സാമ്പിൾ. അപ്പൊ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഇത് ഡൈലുവന്റിനെയാണോ? അല്ല, രണ്ടിനെയും കൂടി ആഡ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 1:10 പറയുകയാണെങ്കിൽ നമുക്കറിയാം സാമ്പിള് 1 പാർട്ട് ആയിരിക്കും. 1 പാർട്ട് സാമ്പിളാ. ഡൈലുവന്റ് എത്ര പാർട്ടാ? 10 പാർട്ടാണോ? അല്ല അല്ലെ? 10 പാർട്ട്. ഈ 10 ഉദ്ദേശിക്കുന്നത് സാമ്പിളും ഡൈലുവന്റും കൂടിയിട്ട് 10 ഉണ്ട് എന്നുള്ള ടോട്ടൽ ഫൈനൽ വോളിയം ആണെങ്കിൽ ഫൈനൽ വോളിയം ആണ് ഈ 10 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സാമ്പിൾ പ്ലസ് ഡൈലുവന്റ് ആണ് എന്ത് ഈ 10 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡൈലുവന്റ് എത്ര ആയിരിക്കും? ഡൈലുവന്റ് എങ്ങനെയാ കിട്ടുക? 10 മൈനസ് സാമ്പിൾ വോളിയം കുറച്ചാ പോരെ? യെസ്, 10 മൈനസ് 1 എന്ന് പറയുമ്പോൾ 9. അപ്പൊ 9 വോളിയം ആയിരിക്കും എന്തുണ്ട്, അല്ലെങ്കിൽ 9 പാർട്ട് ആയിരിക്കും ഡൈലുവന്റ് ഉണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാമ്പിൾ ഡൈലുവന്റ് എന്നുള്ളത് വരുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെ തരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ഇത് സാമ്പിളിന്റെ 1 പാർട്ട് സാമ്പിളും 10 പാർട്ട് ഡൈലുവന്റ് എന്നല്ല. 10നോണ്ട് 1 പാർട്ട് കുറച്ച്, അപ്പൊ 9 പാർട്ട് ഡൈലുവന്റ് എന്നാണ് മീൻ ചെയ്യുന്നത്. സോ ഈ ഒരു 10നെ നമ്മൾ പറയാം ഡൈലൂഷൻ ഫാക്ടർ എന്നാണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സാമ്പിൾ, ഈ ഡൈലൂഷൻ ഫാക്ടർ നമുക്ക് എങ്ങനെയാ കിട്ടാന്ന് വെച്ചാല് അവിടെ നമുക്ക് കാണാം. ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫൈനൽ വോളിയം ബൈ
സാമ്പിൾ വോളിയം ചെയ്താലാണ് നമുക്ക് ഡയലൂഷൻ ഫാക്ടർ കിട്ടുക. ഡയലൂഷൻ ഫാക്ടർ ആണ് ഇനി ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ്, ഇത്ര വോളിയം ഉണ്ട്, ഇത്ര സാമ്പിൾ വോളിയം, ഇത്ര ഡയലുവന്റ് വോളിയം ഒക്കെ ഉണ്ട്, അപ്പോൾ ഡയലൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടോട്ടൽ ഫൈനൽ വോളിയം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് 1 പാർട്ട് സാമ്പിൾ വോളിയം ഉണ്ട്, 9 ഡയലുവന്റ് വോളിയം ഉണ്ട്. ഇതിന്റെ ഡയലൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡയലൂഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു ഫൈനൽ വോളിയം. ഫൈനൽ വോളിയം ഇവിടെ എത്രയായി, 10 ഡിവൈഡഡ് ബൈ സാമ്പിൾ വോളിയം 1. അപ്പൊ അതായത് 10 ആണ്. 10 ആണ് ഡയലൂഷൻ ഫാക്ടർ. ഡയലൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാല് ഫൈനൽ വോളിയം ഡിവൈഡഡ് ബൈ സാമ്പിൾ വോളിയം. ഇനി അതല്ല ഇങ്ങനെ 1:10, 1/10 അല്ലെങ്കിൽ 1/2, 1/20, 1:20 എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡയലൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെ മൊത്തത്തിലൊന്നും നോക്കണ്ട. ഈ കൊടുത്തിരിക്കുന്നതാണ് ഡയലൂഷൻ, സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് 1:2 എന്ന് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ ഡയലൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ക്വസ്റ്റ്യനിലേക്ക് വരാല്ലേ നമുക്ക്. യെസ്, ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 1:10. 1:10 ഇതിൽ ഏതാണ് ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം അല്ലെ. 1:10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 പാർട്ട് എന്താണ്, സാമ്പിളും 9 പാർട്ട് ഡയലുവന്റും ആയിരിക്കും അല്ലെ. ഇവിടെ നോക്കിക്കേ, നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്, 50. ഇതിൽ നോക്കാം, 50 ആണ് നമ്മൾ എന്ത് വരുന്നത്, സാമ്പിള് വരുന്നത്, 450 ആണ് എന്ത് വരുന്നത്, ഡയലുവന്റ് വരുന്നത്. അപ്പൊ ടോട്ടൽ വോളിയം നമുക്ക് അതെങ്ങനെയാ കിട്ടുകയെന്ന് വെച്ചാല്, സാമ്പിൾ വോളിയം ബൈ ടോട്ടൽ വോളിയം 500 ആണ് അല്ലെ. 450യും 50യും കൂട്ടിയ 500. അപ്പൊ 50/500 ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും, യെസ് 1/10 കിട്ടും. ഇങ്ങനെ ചെയ്താൽ മതി ആൻസർ. ഒന്നും കൂടി പറയാം, ഇത് എങ്ങനെയപ്പോ ഇങ്ങനെ ഒരു സംഭവത്തിന്റെ ഡയലൂഷൻ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ, ഡയലൂഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഡയലൂഷൻ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സാമ്പിൾ വോളിയം എടുക്കാം. സാമ്പിൾ വോളിയം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഡയലൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്, നേരെ തിരിച്ചാലേ ചെയ്തത്. ഫൈനൽ വോളിയം ബൈ സാമ്പിൾ വോളിയം ആണ് ചെയ്തെങ്കിൽ ഇവിടെ ഡയലൂഷൻ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി, സാമ്പിൾ വോളിയം ഡിവൈഡഡ് ബൈ ഫൈനൽ വോളിയം. ഫൈനൽ വോളിയം ഇവിടെ എത്ര വരിക, 500. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി, യെസ് 1/10 കിട്ടി. നമ്മൾ 1/10 ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. 1/10 എന്ന് പറഞ്ഞാലും 1:10 എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. രണ്ട് രീതി, ഡയലൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫൈനൽ വോളിയം ഡിവൈഡഡ് ബൈ സാമ്പിൾ വോളിയം ചെയ്താൽ മതി. ഡയലൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാമ്പിൾ വോളിയം ഡിവൈഡഡ് ബൈ ഫൈനൽ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയലൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് ഡയലൂഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാൽക്കുലേഷൻസ് നോക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാൽക്കുലേഷൻ നമ്മൾ നോക്കില്ലേ, ഡയലൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ എങ്ങനെയാണ്, ഫൈനൽ വോളിയം ഡിവൈഡഡ് ബൈ സാമ്പിൾ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയലൂഷൻ ഫാക്ടർ കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് 50 മൈക്രോ ലിറ്റർ സാമ്പിളും 450 മൈക്രോ ലിറ്റർ നമ്മൾ ഡയലൂന്റ് ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ നമുക്ക് 500 മൈക്രോ ലിറ്റർ ആണ് സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഡയലൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ഫൈനൽ വോളിയം 500 ഡിവൈഡഡ് ബൈ സാമ്പിൾ വോളിയം 50 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. അതാണ് ഡയലൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അവിടെ ഡയലൂഷൻ എന്ന് പറയുന്നത് 1:10 ഡയലൂഷൻ ആണ്. ഓക്കെ, ഡയലൂഷൻ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടാമത് നമ്മൾ എഴുതുന്നത് ഡയലൂഷൻ ഫാക്ടർ ആണ് അല്ലെ, 1:10 ഡയലൂഷൻ ആണ് വരുന്നത്. ഇനി അടുത്ത ഒരു കാൽക്കുലേഷൻ ആണ് C1V1 = C2V2 എന്ന്. കാരണം നമ്മളുടെ കയ്യിൽ ഒരു സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ട്, ഇത്ര നോർമലിൽ ഒരു സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ട്, അതിന് നമുക്ക് ഇത്ര നോർമൽ ഇത്ര ml പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ 10 നോർമൽ സ്റ്റോക്ക് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതിന് നമുക്ക് 1 നോർമൽ ഒരു 100 ml 1 നോർമൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന കേസിലാണ് നമ്മൾ C1V1 = C2V2 എന്നുള്ള ഈ ഇക്വേഷനിലേക്ക് വരുന്നത്.
ഈ C1 ഉദ്ദേശിക്കുന്നത് നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ. നമ്മളെ കയ്യിൽ എത്ര സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടോ അതിന്റെ കോൺസെൻട്രേഷൻ ആണ് ഈ C1 ഉദ്ദേശിക്കുന്നത്. V1 എന്ന് ഉദ്ദേശിക്കുന്നത് അത് എത്ര വോളിയം വേണം എന്നുള്ളതാണ്. ഓക്കെ, C1 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. നമുക്ക് V1 എന്ന് പറഞ്ഞാൽ അത് എത്ര വോളിയം വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ C2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കോൺസെൻട്രേഷൻ ആണ് ഇനി മേക്കപ്പ് ചെയ്യാനുള്ളത്. C2 എന്ന് പറഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞാൽ ആ ഒരു C2 നമുക്ക് എത്ര വോളിയം ആണ് മേക്കപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു 10 നോർമൽ സ്റ്റോക്ക് സൊല്യൂഷന് നമുക്ക് 100 ml 1 നോർമൽ വേണം എന്നുള്ള കേസിൽ C1 എന്ന് പറയുന്നത് 10 നോർമൽ ആണ് അല്ലെ. കാരണം എന്താണ്, അതാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. 10 നോർമൽ ആണ് നമ്മളെ കയ്യിലുള്ള കോൺസെൻട്രേഷൻ. സോ C1 എന്തായി, 10 നോർമൽ ആണ്. V1 എന്ന് പറയുന്നത് അത്ര വോളിയം വേണം എന്നുള്ളതാണ്. കാരണം അത് നമ്മളെ കയ്യിൽ ഇല്ല. ഐ മീൻ ഇനി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എത്ര വോളിയം, അതാണ് നമ്മൾ V1 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. C2 എന്ന് പറഞ്ഞാല് നമുക്ക് ഇനി എത്ര കോൺസെൻട്രേഷനിലേക്കാണ് അത് പ്രിപ്പയർ ചെയ്യാനുള്ളത്. എത്ര നോർമലിലേക്കാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്, 1 നോർമലിലേക്കാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഇനി അത് എത്ര വോളിയം ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, 100 ml ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ C1 നമുക്കറിയാം, C2 V2 ഒക്കെ നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V1 ആണ്. അപ്പൊ ഈ കാൽക്കുലേഷൻ നമുക്കറിയാലോ, മാറ്റുമ്പോൾ V1 is equal to C2 V2 by C1 എന്നുള്ള രീതിയിലേക്കാവും. അപ്പൊ ഇത് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ. ഇപ്പൊ C1ന്റെ കേസിൽ നമുക്ക് നോക്കാം. സോറി, C2ന്റെ കേസിൽ എത്രയായിരുന്നു, C2 എന്ന് പറയുന്നത് 1 ആണ്, വോളിയം എന്ന് പറയുന്നത് 100 ആണ്, ഡിവൈഡഡ് ബൈ 10. അപ്പൊ ആൻസർ നമുക്ക് 10 ml കിട്ടും. അപ്പൊ ഈ 10 നോർമൽ ഉള്ള സ്റ്റോക്ക് സൊല്യൂഷൻ 10 ml എടുത്തു കഴിഞ്ഞാൽ സോ നമുക്ക് എന്ത് കിട്ടും, എത്ര ml, സോറി 10 ml ബാക്കി ഡയലുവന്റും കൂടി, അതായത് 90 ml ഡയലുവും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 നോർമൽ HCl കിട്ടും. ക്ലിയർ ആണല്ലോ. സോ കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ട, ഇതൊന്ന് പഠിച്ചു നോക്കുക. C1 V1 ഈക്വൽ ടു C2 V2. C1 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. V1 എന്ന് പറയുന്നത് അത് എത്ര വോളിയം വേണം എന്നുള്ളതാണ്. C2 എന്ന് പറയുന്നത് നമ്മൾ എത്ര കോൺസെൻട്രേഷനിലേക്കാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. V2 എന്ന് പറയുന്നത് അത് എത്ര വോളിയം ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു V1 എന്നുള്ളതാണ്. ആ രീതിയിൽ കാൽക്കുലേഷൻ മാറ്റി എഴുതുക. എന്നിട്ട് നേരെ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് സൊല്യൂട്ട് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോ ഡയലൂഷൻ പ്രിപ്പയർ ചെയ്യണം. ഡയലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ 1:10 ഡയലൂഷൻ പ്രിപ്പയർ ചെയ്യണം. ഒരു സൊല്യൂഷന്റെ 1:10 ഡയലൂഷൻ അല്ലെങ്കിൽ 1:5 ഡയലൂഷൻ, ഫോർ എക്സാമ്പിൾ ആയിട്ട് 1:5 ഡയലൂഷൻ ഇൻ 100 മൈക്രോലിറ്റർ. ടോട്ടലില് നമ്മൾ 100 മൈക്രോലിറ്ററിൽ നമുക്ക് 1:5 ഡയലൂഷൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. സോ ഒരു സൊല്യൂഷന്റെ 1:5 ഡയലൂഷൻ നമ്മൾ 100 മൈക്രോലിറ്ററിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മൾ ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് സൊല്യൂട്ട് നമുക്ക് ടോട്ടൽ എത്ര ആവശ്യമായിട്ടുള്ളത്, ടോട്ടൽ 500 ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്മളെ ഡയലൂഷൻ, അതായത് ഡയലൂഷൻ ഫാക്ടർ എത്രയാണ് നമുക്കറിയാം. 1:5 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഡയലൂഷൻ ഫാക്ടർ 5 ആണ് അല്ലെ. സോ 5 ഡിവൈഡ് ചെയ്യുക. സോ അപ്പൊ നമുക്ക് ആൻസർ 100 കിട്ടും. അപ്പൊ ആ 100 ആണ് നമ്മൾ സാമ്പിൾ എടുക്കേണ്ടത്, സോറി 100 ആണ് സൊല്യൂട്ട് എടുക്കേണ്ടത്. സോ അപ്പൊ ടോട്ടൽ പ്രിപ്പയർ ചെയ്യേണ്ടത് 500 ആയതുകൊണ്ട് ബാക്കി 400 ഡയലുവന്റും എടുക്കണം. ഒന്നുമില്ല, നമ്മളെ കയ്യിൽ ഒരു സൊല്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്ന് 1:5 ഡയലൂഷൻ പ്രിപ്പയർ ചെയ്യണം. ടോട്ടൽ 500 ml ആണ് വേണ്ടത്, സോറി 500 ml മൈക്രോലിറ്റർ ആണ് വേണ്ടത്. ആ കേസിൽ നമ്മൾ എത്ര ml ആ ഒരു സൊല്യൂട്ട് എടുക്കണം എന്ന് നമുക്കറിയില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ എത്ര ml വേണ്ടത് അല്ലെങ്കിൽ ടോട്ടൽ എത്ര മൈക്രോലിറ്റർ വേണ്ടത്, 500 ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്മുടെ ഡയലൂഷൻ ഫാക്ടർ 5, അത് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കിട്ടുമല്ലോ ഒരു ആൻസർ. അത്രയും ml ആ സൊല്യൂട്ടും ബാക്കി ഇപ്പൊ 500ലേക്ക് എത്ര വേണോ ആ ബാക്കി അത്രയും സോൾവെന്റും ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡയലുവന്റും ആഡ് ചെയ്തിട്ട് നമുക്ക് ആ 1:5 ഡയലൂഷൻസ് നമുക്ക് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കും. നെക്സ്റ്റ് സീരിയൽ ഡയലൂഷൻ. സീരിയൽ ഡയലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി മൾട്ടിപ്പിൾ ഡയലൂഷൻ സ്ട്രിപ്പ്, അതായത് 1 ഡയലൂഷൻ പ്രിപ്പയർ ചെയ്തു.
വീണ്ടും അതിന്ന് 1/10 ഡയലൂഷൻ പ്രിപ്പയർ ചെയ്തു. അപ്പൊ അതിന്റെ ടോട്ടൽ ഡയലൂഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/100. അതിന്റെ ഡയലൂഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സീരിയൽ ഡയലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു 1 പാർട്ട് സാമ്പിളും 9 പാർട്ട് ഡയലൂവിന്റെ എടുത്തിട്ട് 1/10 പ്രിപ്പയർ ചെയ്തു. ഈ ഒരു 1/10 പ്രിപ്പയർ ചെയ്ത് ഇതിന്ന് വീണ്ടും ഒരു 1 പാർട്ട് ഈ ഒരു 1/10 ഇതും വീണ്ടും ഒരു 9 പാർട്ട് ഡയലൂവന്റും പ്രിപ്പയർ ചെയ്തു. അപ്പൊ വീണ്ടും ഒരു 1/10 ആയല്ലോ. അപ്പൊ ഇതിന്റെ ടോട്ടൽ രണ്ടാമത്തതിന്റെ ഡയലൂഷൻസ് ചോദിക്കുകയാണ്. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നമ്മൾ ഒരു 1 പാർട്ട് സാമ്പിളും 9 പാർട്ട് ഡയലൂവന്റ് എടുത്ത് 1/10 ഡയലൂഷൻ പ്രിപ്പയർ ചെയ്തു. ഇതിൽ 1/10 ഡയലൂഷൻ പ്രിപ്പയർ ചെയ്തതാണ്. ഇതിന്ന് വീണ്ടും ഒരു 1 പാർട്ട് എടുത്തു 9 പാർട്ട് ഡയലൂവന്റും കൂടി മിക്സ് ചെയ്തു. അതായത് വീണ്ടും ഒരു 1/10 ഇതിന്ന് പ്രിപ്പയർ ചെയ്തു രണ്ടാമത്തതിൽ. സോ അപ്പൊ ഇതിന്റെ ഡയലൂഷൻ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/10 അല്ലല്ലോ. കാരണം ആദ്യത്തേന്ന് പ്രിപ്പയർ ചെയ്തെന്ന് വീണ്ടും 1 പാർട്ട് എടുത്ത് വീണ്ടും ഡയലൂവന്റ് ആയിട്ട് മിക്സ് ചെയ്തതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയലൂഷൻ എന്ന് പറയുന്നത് 1/10 into 1/10, അതായത് 1/100 ആണ്. ഓക്കെ, ഇതാണ് ഈ സീരിയൽ ഡയലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഇപ്പൊ വീണ്ടും ഇതിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 1 പാർട്ട് ബൈ 10 ഇങ്ങനെ ചെയ്യാണ്, അല്ലെങ്കിൽ വീണ്ടും ഒരു 1 ബൈ ഡയലൂഷൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇൻറ്റു 1/10 ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് അതിന്റെ ഡയലൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു ബേസിക് ഐഡിയ തന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ നോർമാലിറ്റി ഓഫ് 1 മോളാർ സൊല്യൂഷൻ ഓഫ് H3PO4? ഓപ്ഷൻ എ 1 നോർമൽ, ഓപ്ഷൻ ബി 2 നോർമൽ, ഓപ്ഷൻ സി 3 നോർമൽ, ഓപ്ഷൻ ഡി 0.5 നോർമൽ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 1 നോർമൽ H3PO4ന്റെ നോർമാലിറ്റി ആണ് ചോദിച്ചത്. അതായത് മൊളാരിറ്റി തന്നിട്ട് അതിനെ നോർമാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് ആൻസർ നോക്കാം, എന്നിട്ട് അത് എങ്ങനെയാന്ന് നോക്കാം. കറക്റ്റ് ആൻസർ 3 നോർമൽ. അതായത് ഇവിടെ ഇന്റർ കൺവേർഷൻ ആണ്. മൊളാരിറ്റി തന്നിട്ട് അതിനെ നോർമാലിറ്റിയിലേക്കും, പെർസെന്റേജ് തന്നിട്ട് അതിനെ മൊളാരിറ്റിയിലേക്കും, മൊളാരിറ്റി തന്നിട്ട് പിന്നെ അതിന് മൊളാലിറ്റിയിലേക്കൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബേസിക് ഇക്വേഷൻസ് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അതിനാദ്യം നമ്മൾ നോക്കാം. ഇപ്പൊ നമ്മൾ ക്വസ്റ്റിന് മൊളാരിറ്റി ടു നോർമാലിറ്റി ആയിരുന്നു അല്ലെ. മൊളാരിറ്റിയും നോർമാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഒന്ന് ഗ്രാം ഇക്വലന്റ് വെയിറ്റ് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്ററും, നോർമാലിറ്റി എന്ന് പറഞ്ഞാല് ഗ്രാം ഇക്വലന്റ് വെയിറ്റ് ആയിരുന്നു, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ വെയിറ്റ് ഡിസോൾവ്ഡ് ആയിരുന്നു. സോ അപ്പൊ മൊളാരിറ്റിന്ന് നോർമാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു n പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു n ഇൻറ്റു മൊളാരിറ്റി ആണ്. ഒരു മൊളാരിറ്റിനോട് n എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എത്രത്തോളം എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എത്രത്തോളം OH മൈനസിനെ ഡൊണേറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ഈ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൊളാരിറ്റി തന്നാൽ ആ ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നോർമാലിറ്റി കിട്ടും. അപ്പോ ഫോർ എക്സാമ്പിൾ 1 നോർമൽ H2SO4, H2SO4ന്റെ നോർമാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം മൊളാരിറ്റി 1 നോർമൽ. നമുക്കറിയാം H2SO4ന്റെ ഈ n എത്രയായിരുന്നു? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് 2. സോ 1 into 2, അപ്പൊ 2 എത്രയായി? 2 നോർമലായി. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യെസ്, H3PO4 ആണ്. H3PO4ന്റെ n എന്തായിരിക്കും? എത്ര H പ്ലസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? 3 H പ്ലസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ n 3 ആണ്. അപ്പൊ നോർമാലിറ്റിന്റെ കാൽക്കുലേഷൻ എങ്ങനെയായിരുന്നു? n ഈസ് ഈക്വൽ ടു n ഇൻറ്റു മൊളാരിറ്റി ആണ്. സ്മോൾ n 3 ആണ്. മൊളാരിറ്റി എത്രയാണ്? ഇവിടെ 1 ആണ്. അപ്പൊ 3 അല്ലേ ആൻസർ വരിക. അതായത് 3n ആണ് ആൻസർ വരുന്നത്. 3 നോർമൽ. ആൻസർ കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പൊ മൊളാരിറ്റിനെ നോർമാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അത് തിരിച്ചാണെങ്കിലോ, നോർമാലിറ്റിനെ മൊളാരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു ഇക്വേഷൻ പറഞ്ഞാൽ മതിയല്ലോ, മറ്റേത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ. നോർമാലിറ്റി തന്നിട്ട് മൊളാരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്ന് തറവാക്കി പഠിച്ചു വെക്കുക. രണ്ടും കൂടി പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഡിവൈഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ആണോ. ആദ്യം ഇത് പഠിച്ചു വെച്ചാൽ മറ്റേ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി പെർസെന്റേജ് ടു മൊളാരിറ്റി, പെർസെന്റേജ് ആണ് തന്നത്. ഇനി മൊളാരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ that is equal to 10 into percentage divided by molecular weight.
10 into percentage divided by mole. അതായത് ഇപ്പൊ 10% NOH ആണ്, അതിനെ മൊളാരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൊളാരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 into എത്ര പെർസെന്റേജ് തന്നിരിക്കുന്നത്, 10% തന്നെ അവിടെ തന്നിരിക്കും, ഡിവൈഡ് ബൈ NOHന്റെ മോളിക്കുലർ വെയിറ്റ് എത്രയാണ്, 40 ആണ്. സോ അപ്പൊ ആൻസർ എങ്ങനെ കിട്ടും, 100 divided by 40. 100 divided by 40 എന്ന് പറയുമ്പോൾ 2.5 മൊളാരിറ്റി. അപ്പൊ പെർസെന്റേജ് തന്നു, 10% NOHനെ മൊളാരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ പെർസെന്റേജ് തന്നിട്ട് അതിനെ മൊളാരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാൽക്കുലേഷൻ എങ്ങനെയാണ്, 10 into percentage divided by molecular weight. ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മൊളാരിറ്റി തന്ന് നോർമാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിരുന്നു. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നില്ലല്ലോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ലാസ്റ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം. മൊളാരിറ്റി ടു മൊളാലിറ്റിനെ കൺവേർട്ട് ചെയ്യാണ്. മൊളാരിറ്റിനെ മൊളാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ എം ആണ്. Small m is equal to 1000 into molarity divided by 1000 into density minus molarity into molecular mass ആണ്. അതായത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ മൊളാലിറ്റി സ്മോൾ m is equal to 1000 into, ഫോർ എക്സാമ്പിൾ 1 മോളാർ NaCl-നെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, മൊളാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ 1 മോളാർ എന്നുള്ള ആ 1 ആണ് മൊളാരിറ്റി ഡിവൈഡഡ് ബൈ 1000 into P എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡെൻസിറ്റി ആണ്, 1.05 ആണ് ഇവിടെ ഡെൻസിറ്റി കൊടുത്തിരിക്കുന്നത്, ഇൻറ്റു 1 ഇൻറ്റു വീണ്ടും മൊളാരിറ്റി ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ്. മോളിക്കുലാർ വെയിറ്റ് എത്രയായിരുന്നു, നേരത്തെ NaCl നമ്മൾ 58.5 പഠിച്ചു അല്ലെ. സോ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത്, അതായത് 1.008, അതാണ് നമ്മളെ മൊളാലിറ്റി എന്ന് പറയുന്നത്. സോ മൊളാലിറ്റിനെ മൊളാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇത് ജസ്റ്റ് എല്ലാത്തിന്റെയും കൺവേർഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് ആയിട്ട് ഓരോന്നിന്റെ ഡെഫിനേഷനും അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഡൈല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഡൈല്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഒരു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ട് അതിന്ന് ഡൈല്യൂട്ട് ചെയ്ത് നമുക്കൊരു സ്റ്റോക്ക് സൊല്യൂഷൻസ് നമ്മളൊരു കോൺസെൻട്രേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും സീരിയൽ ഡൈല്യൂഷൻസിന്റെ ഡൈല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും ഇന്റർ കൺവേർഷൻസും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് ഇതിന് പുറകെ ആയിട്ട് ഇടുന്നതാണ്. താങ്ക് യു.